നമസ്തേ. കേരളത്തിൽ 2 കൊടിമരമുള്ള ക്ഷേത്രം. കേരളത്തിലെ അയോധ്യ എന്നറിയപ്പെടുന്ന ക്ഷേത്രവുമായ വിശ്വഹിന്ദു പരിഷത്ത് ദേവസ്വം ട്രസ്റ്റിന് കീഴിലുള്ള കോട്ടയം വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രത്തിലെ 2026 തിരുവുത്സവത്തിന് ഫെബ്രുവരി 16 തിങ്കളാഴ്ച ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ താഴ്മൺ മഠം കണ്ഠരര് ബ്രഹ്മദത്തരുടെയും ക്ഷേത്ര മേൽശാന്തി ചെമ്പകപ്പള്ളി മഠം ബ്രഹ്മശ്രീ ശ്രീരാഗ് നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ 2 കൊടിമരങ്ങളിലും കൊടികയറി. 10 ദിവസത്തെ ഉത്സവത്തിന് ഫെബ്രുവരി 25 തീയതി ബുധനാഴ്ച തിരുവാറാട്ടോടുകൂടി സമാപനം കുറിക്കും. ഈ ക്ഷേത്രത്തിലെ ഏതാണ്ട് 28 ദിവസത്തെ ഉത്സവം നടന്നിരുന്ന ഒരു മഹാക്ഷേത്രമാണ്. ആ ഉത്സവം പിന്നീട് ഒരു കാലത്ത് ലോപിച്ച് ഉത്സവം തന്നെ ഇല്ലാതെയായി. പിന്നീട് 992 ഈ ക്ഷേത്രത്തിൻ്റെ തന്ത്രിയായിട്ടുള്ള ബ്രഹ്മശ്രീ കണ്ഠരര് രാജീവരുടെ കാർമ്മികത്വത്തിൽ അഷ്ടബന്ധകലശം നടത്തി. അതിനുശേഷമാണ് 92 പിന്നീട് ഉത്സവം പുനരാരംഭിക്കുന്നത്. അതായത് ഏതാണ്ട് 950 ഒരു ധ്വജപ്രതിഷ്ഠ നടന്നതിന് ശേഷം ഈ ക്ഷേത്രത്തിൽ പിന്നീട് ഉത്സവാദി കർമ്മങ്ങൾക്ക് മുടക്കമുണ്ടാവുകയും പിന്നീട് ഏതാണ്ട് ഒരു 42 വർഷത്തോളം ഉത്സവം ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ക്ഷേത്രം പോവുകയും ചെയ്തു. അതിനുശേഷം 92 മുതലാണ് ഈ ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിക്കുന്നത്. ആദ്യം 8 ദിവസത്തെ ഉത്സവമായിട്ടാണ് ആരംഭിച്ചത്. എങ്കിലും 2-3 വർഷത്തിനകം തന്നെ അത് 10 ദിവസത്തെ ഉത്സവമായിട്ട് മാറി. ഈ ഉത്സവത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ദിവസം, ഉത്സവ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാൾ ദിവസമായിട്ടുള്ള രേവതി നക്ഷത്രം. ആ രേവതി തിരുനാളായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ പണ്ടുകാലം മുതലേ ആചരിച്ചു വരുന്നതാണ്. അപ്പോൾ ആ രേവതി ദിവസം മഹാപ്രസാദമൂട്ടും ഭഗവാന്റെ ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാടായിട്ടുള്ള ചതുശത നിവേദ്യമാണ് വെണ്ണിമലയിലെ പെരുമാളിന്, അതായത് ശ്രീരാമ ലക്ഷ്മണ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വഴിപാട്. അപ്പോൾ ആ ചതുശത നിവേദ്യം ഏറ്റവും പ്രധാനമായിട്ട് ഭക്തജനങ്ങൾ വഴിപാടായിട്ട് നടത്തുന്ന ഒരു ദിവസമാണ് കുംഭമാസത്തിലെ രേവതി. കുംഭമാസത്തിലെ രോഹിണിയാണ് നമ്മുടെ ആറാട്ട് നക്ഷത്രം. നാളെ രോഹിണിക്കാണ് പ്രാധാന്യം. അപ്പോൾ അതുകൊണ്ട് ആ രോഹിണി നക്ഷത്രത്തിലാണ് കുംഭമാസത്തിൽ ആറാടുന്നത്. നേരത്തെ 28 ദിവസം ഉത്സവം നടന്നിരുന്ന കാലത്ത് മകരമാസത്തിൽ രോഹിണി കൊടിയേറി കുംഭമാസത്തിൽ രോഹിണി ആറാട്ടോടുകൂടി സമാപിക്കും എന്ന വിധത്തിലായിരുന്നു ഇവിടെ ഉത്സവം നടന്നിരുന്നത്. പിന്നെയുള്ള ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ തെക്കൻ കേരളത്തിൽ കൂത്തിനും കൂടിയാട്ടത്തിനും ഇത്രയധികം പ്രാധാന്യം നൽകിയിരുന്ന ഒരു ക്ഷേത്രം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. തെക്കൻ കേരളത്തിൽ കൂത്തിനും കൂടിയാട്ടത്തിനും വടക്കുംനാഥ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു ക്ഷേത്രമാണ് വെണ്ണിമല ശ്രീരാമ ലക്ഷ്മണ സ്വാമി ക്ഷേത്രം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ നാലമ്പലത്തിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലം സ്ഥിതി ചെയ്യുന്നത്. അതായത് നാലമ്പലത്തിന് അകത്ത് തന്നെയാണ് കൂത്തമ്പലം. അപ്പോൾ അത് നമ്മുടെ ഇവിടുത്തെ കൂത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതാണ്. പൊതിയിൽ ചാക്യാന്മാരാണ്, പൊതിയിൽ ഗുരുകുലം എന്ന് പറയുന്ന കോട്ടയത്തിനടുത്തുള്ള മാങ്ങാനത്തെ പൊതിയിൽ ചാക്യാന്മാർക്കാണ് ചേരമാൻ പെരുമാൾ രാജാവ് ഈ കൂത്തിനുള്ള അവകാശം നൽകിയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ രാജഭരണകാലത്ത് ചേരമാൻ പെരുമാളാണ് ഈ ക്ഷേത്രം പണികഴിപ്പിച്ചത് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യമാലയിൽ കൊട്ടാരത്തിൽ ശങ്കുണ്ണി വിജയാദ്രി മാഹാത്മ്യം എന്ന പേരിൽ ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ചിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. വെണ്ണിമലയുടെ പ്രധാനമായിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത്, സംസ്കൃത നാമം എന്ന് പറയുന്നത് വിജയാദ്രി, വിജയത്തിൻ്റെ മല. അപ്പോൾ ഈ മലയെ സംബന്ധിച്ചിടത്തോളം തീർത്ഥക്കുളമുണ്ട് ഒരു വശത്ത് കപില മഹർഷി തപസ് ചെയ്തു എന്ന് പറയുന്ന ഗുഹയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐതിഹ്യങ്ങൾ ഉറങ്ങുന്ന ഒരു മണ്ണാണ്. ഷഡ്കാല ഗോവിന്ദമാരാരുടെ ജന്മസ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. അപ്പോൾ ഈ കൂത്തും കൂടിയാട്ടവും ഈ ക്ഷേത്രത്തിൽ എല്ലായ്പ്പോഴും നടന്നുകൊണ്ടിരുന്ന ഒരു വഴിപാടാണ്, ഒരു വിശേഷ വഴിപാടാണ്. ഇപ്പോഴും ധാരാളം ഭക്തജനങ്ങൾ കൂത്ത് വഴിപാടായി നടത്തുവാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ 10 ദിവസത്തെ ഉത്സവത്തിൽ നമുക്ക് ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളും അതുപോലുള്ള വൈദിക കർമ്മങ്ങളോടൊപ്പം തന്നെ നമുക്ക് കലാപരിപാടികൾ, അതായത് കഥകളിയുണ്ട്, അതുപോലെ തന്നെ ഭജനകളുണ്ട്, അതുപോലെ തന്നെ നൃത്യങ്ങളുണ്ട്. അങ്ങനെ ക്ഷേത്ര ആചാരത്തിന് അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ അനുസൃതമായിട്ടുള്ള കലാപരിപാടികളാണ് 10 ദിവസത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഒരു ദിവസം മഹാപ്രസാദമുണ്ട്. ഭഗവാന്റെ തിരുനാൾ ദിവസം എന്ന് പറയുന്ന രേവതി നക്ഷത്രത്തിലെ ഈ നാട്ടിലെ എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാരും വന്ന് ഭഗവാന്റെ പ്രസാദം കഴിക്കുവാൻ വേണ്ടിയിട്ട് ക്ഷേത്രത്തിൽ വരും. അത് ഫെബ്രുവരി 21 ശനിയാഴ്ചയാണ്. പിന്നെ 3 ഉത്സവ ബലികൾ ഭക്തരുടെ വഴിപാടായിട്ട് ക്ഷേത്രത്തിൽ 3 ഉത്സവ ബലികൾ നടക്കുന്നുണ്ട്. ഒന്ന് 20-ാം തീയതിയും, പിന്നെ ഒന്ന് 22-ാം തീയതിയും, പിന്നെ ഒന്ന് 23-ാം തീയതിയും.
ഫെബ്രുവരി മാസത്തിലെ 20-ാം തീയതിയും 22-ാം തീയതിയും 23-ാം തീയതിയും 3 ഉത്സവ ബലികളാണ് ഈ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്രത്തിൽ ഉള്ളത്. അപ്പോൾ അത്തരത്തിൽ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വൈദിക കർമ്മങ്ങളും കലാപരിപാടികളും കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പ്രാവശ്യത്തെ തിരുവുത്സവ കമ്മിറ്റി ഈ പരിപാടികളെ പ്രോഗ്രാമുകൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. കൊടിയേറ്റത്തോട് സംബന്ധിച്ച് വെണ്ണിമല പെരുമാളിന്റെ തിരുസന്നിധിയിൽ നടന്ന ഭജനാർച്ചന ഭക്തജനങ്ങളിൽ ഭക്തിയുടെ വേറിട്ടൊരു അനുഭൂതി സൃഷ്ടിച്ചു. 10 ദിവസങ്ങളിലായി നടക്കുന്ന നിരവധി കലാകാരന്മാർ അണിനിരക്കുന്ന വിവിധ കലാപരിപാടികൾ ഉത്സവത്തിന് മാറ്റുകൂട്ടും. എല്ലാ ദിവസവും രാവിലെ 4:30 മണിക്ക് പള്ളി ഉണർത്തലോടെ നടതുറപ്പും നിർമാല്യവും, 5:30 മഹാഗണപതി ഹോമവും, 8 മണിക്ക് ശ്രീഭൂതബലിയും, വൈകുന്നേരം 6:30 ചുറ്റുവിളക്കും ദീപാരാധനയും നടക്കും. രാത്രി 9:30 അത്താഴപൂജയോടുകൂടി നടയടയ്ക്കും. 20 വെള്ളിയാഴ്ചയും ചതുശത നിവേദ്യം നടക്കുന്ന 21 ശനിയാഴ്ചയും, ഉത്സവ ബലി നടക്കുന്ന 22 ഞായറാഴ്ച, 23 തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് വെണ്ണിമല പെരുമാളിന്റെ തിരുസന്നിധിയിൽ മഹാപ്രസാദ ഊട്ടും ക്ഷേത്ര ഊട്ടുവരയിലുണ്ടാകും. വെണ്ണിമല പെരുമാളിന്റെ തിരുസന്നിധിയിൽ എല്ലാ ദിവസവും പാറകൾ സമർപ്പിക്കാനും താഴെ കാണുന്ന ഫോൺ നമ്പറിലോ മെയിൽ ഐഡിയിലോ ബന്ധപ്പെട്ടാൽ ക്ഷേത്ര പൂജകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിലും ക്ഷേത്ര നവീകരണത്തിൽ പങ്കാളിയാകാനും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. 2ാം ദിവസമായ 17 രാത്രി 8:30 കൊടിക്കീഴിൽ വിളക്ക് സമർപ്പിക്കും. 3ാം ദിവസമായ 18 രാവിലെ 8 മണിക്ക് ശ്രീഭൂതബലി നടക്കും. 4ാം ദിവസമായ 19 രാവിലെ 9 മണിക്ക് ക്ഷേത്രത്തിൽ വിളക്കുണ്ടായിരിക്കും. 5ാം ദിവസമായ 20 രാവിലെ 10:30 മണിക്ക് ഉത്സവ ബലിയും ഉച്ചയ്ക്ക് 12 ഉത്സവബലി ദർശനവും നടക്കും. കഥകളി മഹോത്സവത്തോടനുബന്ധിച്ച് രാത്രി 8:30 സീതാ സ്വയംവര കഥകളിയും ക്ഷേത്രാങ്കണത്തിലുണ്ടാകും. 6ാം ദിവസമായ 21 രാവിലെ 11 മണിക്ക് ചതുശത നിവേദ്യം, 11:30 കുട്ടിപ്പാടി, സേവയുടെ ഉച്ചപൂജയും ഉച്ചയ്ക്ക് 12:30 മഹാപ്രസാദ ഊട്ടും നടക്കും. രാവിലെ 10 മണിക്ക് കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാര ജേതാവ് മാങ്ങാനം പുതിയിൽ നാരായണൻ ചാക്യാരുടെ ചാക്യാർ കൂത്തും, രാത്രി 10 മണിക്ക് ജഡായുവധം കഥ പറയുന്ന ക്ഷേത്ര
കൂത്തമ്പലത്തിൽ അരങ്ങേറും. 7-ാം ദിവസമായ 22-ന് രാവിലെ 10:30 മണിക്ക് ഉത്സവ ബലിയും ഉച്ചയ്ക്ക് 12-ന് ചതുശത നിവേദ്യം, ഉത്സവ ബലി ദർശനവും രാത്രി 8-ന് ശ്രീഭൂത ബലിയും നടക്കും. 8-ാം ദിവസമായ 23-ന് രാവിലെ 10:30 മണിക്ക് ഉത്സവ ബലിയും ഉച്ചയ്ക്ക് 12-ന് ചതുശത നിവേദ്യം, ഉത്സവ ബലി ദർശനവും തിരുവുത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടക്കും. 9-ാം ദിവസം 24-നായിരിക്കും പള്ളിവേട്ട. രാവിലെ 11:30-ന് ആരംഭിക്കുന്ന ശ്രീഭൂത ബലിയും പള്ളിവേട്ട എഴുന്നള്ളിപ്പും പള്ളി നായാട്ടും തീയാട്ടും ഉച്ചയ്ക്ക് 1:30-ന് പള്ളിക്കുറിപ്പും വെണ്ണിമല പെരുമാളിന്റെ തിരുസന്നിധിയിൽ നടക്കും. അന്നേ ദിവസം രാത്രി 7 മണിക്ക് യോഗാ പ്രഭാഷണം ക്ഷേത്രാങ്കണത്തിൽ അരങ്ങേറും. 10-ാം ദിവസമായ 25-ന് ബുധനാഴ്ചയായിരിക്കും ക്ഷേത്രത്തിൽ തിരു ആറാട്ട്. വൈകിട്ട് 6:30-ന് ആറാട്ട് പുറപ്പെടും. 7:30-ന് ക്ഷേത്രക്കുളത്തിൽ കടവിൽ ആറാട്ടും. 8:30-ന് ആറാട്ട് എതിരേൽപ്പും നടക്കും. രാത്രി 12:30-ന് ക്ഷേത്രം തന്ത്രിയുടെയും ക്ഷേത്ര മേൽശാന്തിയുടെയും കാർമ്മികത്വത്തിൽ വലിയ കാണിക്കയുടെയും 25 കലഭാഭിഷേകത്തോടെയും കൂടി വെണ്ണിമല പെരുമാളിന്റെ 2026 തിരുവുത്സവത്തിന് കൊടിയിറങ്ങും.